ഇന്ന് ജൂൺ 9 തിങ്കളാഴ്ചയാണ്. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ദിവസമാണ്. കാരണം ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10:30 ആപ്പിളിൻ്റെ വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ്, അതായത് WWDC ഇവൻ്റ് ആരംഭിക്കുന്നത്. WWDC എന്താണെന്ന് നിങ്ങളിൽ പലർക്കും അറിയാം, അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറയാം. ഈ ഒരു ഇവൻറ്റിൽ വെച്ചാണ് ആപ്പിളിൻ്റെ പുതിയ OSകൾ, പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, അതായത് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന iOS 18, macOS, watchOS ഇതുപോലുള്ള OSകൾ പുതുതായിട്ട് റിലീസ് ചെയ്യുന്ന ഇന്നത്തെ ഈ ഒരു ദിവസമാണ്. സോ ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ലൈവായിട്ട് കാണാൻ സാധിക്കും. ഒന്ന്, ആപ്പിളിൻ്റെ യൂട്യൂബ് ചാനലിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ലൈവ് സ്ട്രീം ചെയ്യുന്നതാണ്. രണ്ട്, ആപ്പിളിൻ്റെ apple.com/event എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ലൈവ് ടെലികാസ്റ്റിംഗ് നടക്കുന്നതാണ്. സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കും വർഷങ്ങളായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനും അറിയാം, നമ്മൾ ഇതുപോലത്തെ ആപ്പിൾ ഇവൻറ്റുകൾ നടക്കുമ്പം നമ്മൾ അതിൻ്റെ ഒരു ലൈവ് റിയാക്ഷൻ കൂടെ ചെയ്യും. ഇവൻറ്റിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളെപ്പറ്റും ലൈവായിട്ട് എന്താണെന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാനും നമുക്ക് മൊത്തത്തിൽ എൻഗേജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മളുടെ ഈ ഒരു ലൈവ് റിയാക്ഷൻ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അതിലേക്ക് ജോയിൻ ചെയ്യാം, ഒരുമിച്ച് നമുക്ക് ഈ ഒരു ഇവൻറ്റ് പങ്കെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇവൻറ്റ് തുടങ്ങാൻ ഇനി ഏതാനും മണിക്കൂറുകളേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ലാസ്റ്റ് മിനിറ്റ് ലീക്സിനെ പറ്റിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. കാരണം 2 ദിവസം മുന്നെയാണ് ഇതിൻ്റെ സെയിം വീഡിയോ തന്നെ നമ്മൾ ചെയ്തിരുന്നത്. പക്ഷേ അതിൽ പറയാത്ത അവസാനമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള കുറേ പുതിയ ഇൻഫർമേഷൻസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടുള്ളതാണ് ലാസ്റ്റ് മിനിറ്റ് ലീക്സ് വീഡിയോ. സോ വെൽക്കം ബാക്ക്. ഈ ഒരു ഇവൻറ്റിൻ്റെ പ്രൈമറി ഫോക്കസ് ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, AI അല്ല. ഇത് ഞാൻ ആദ്യമേ പറയുന്നതിൻ്റെ കാര്യം അധികം എക്സ്പെക്റ്റേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഹൈ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചുകൊള്ളുക. വേറൊന്നുമല്ല, AI പറ്റിയുള്ള ഫീച്ചേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. കാരണം കഴിഞ്ഞ വർഷം iOS 18 ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലെങ്കിൽ പ്രോമിസ് ചെയ്തിരുന്ന പല AI ഫീച്ചേഴ്സും ഒരു 60% AI ഫീച്ചേഴ്സും ആപ്പിൾ ഇപ്പോഴും ഡെലിവർ ചെയ്തിട്ടില്ല. സോ അങ്ങനെ ഒരു വലിയ ഡിലേ അല്ലെങ്കിൽ AI ക്രൈസിസ് ആപ്പിളിൻ്റെ ഇൻറ്റേർണലി ആപ്പിളിനകത്ത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ. കാരണം മറ്റുള്ള കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ ആപ്പിൾ ഫാർ ബിഹൈൻഡാണ് AI കാര്യത്തിൽ, AI ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ. സോ അങ്ങനെ ഒരു വലിയ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ഇവൻറ്റിൻ്റെ പ്രധാന പ്രൈമറി ഫോക്കസ് എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിൽ അതിൻ്റെ UI എലമെൻറ്റുകളിൽ കൊണ്ടുവരാൻ പോകുന്ന റീഡിസൈനാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള സകല ഇൻഫർമേഷൻസും ബ്ലൂംബർഗിൻ്റെ മാർക്ക് ഗർമൻ, ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും മെൻഷൻ ചെയ്ത കാര്യമാണ്, അദ്ദേഹമാണ് ഇതിനെപ്പറ്റിയുള്ള സകല ഡീറ്റെയിലുകളും ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്. സോ ഈ റിപ്പോർട്ടുകളെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് 100% കൺഫേംഡ് ആണ് റീഡിസൈൻ എന്ന് പറയുന്നത്. അതും iOS മാത്രമല്ല, ഓൾ അക്രോസ് ദ പ്ലാറ്റ്ഫോം, അതായത് iOS-ലും iPadOS-ലും macOS-ലും watchOS-ലും tvOS-ലും ഇതിലെല്ലാം ആപ്പിൾ അടിമുടി ഡിസൈൻ ചേഞ്ച് മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഇപ്പം നിലവിൽ നമ്മുടെ iOS-ൽ, അതായത് iOS 7 മുതലാണ് ഇപ്പം നമ്മൾ കാണുന്ന നിലവിലുള്ള ഫ്ലാറ്റ് ഐക്കൺ ഡിസൈൻ കൊണ്ടുവന്നേക്കുന്നത്. അതിന് മുന്നേ സ്കീമോഫിക് ഡിസൈൻ ആയിരുന്നു. എന്നാൽ iOS 7 ശേഷമുള്ള ഏറ്റവും വലിയ റീഡിസൈനാണ് ആപ്പിൾ ഈ വർഷം കൊണ്ടുവരാൻ പോകുന്ന iOS 26 ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്ന ഈ ഒരു പുതിയ എലമെൻറ്റ് അല്ലെങ്കിൽ പുതിയ ഡിസൈനിൻ്റെ പേരെന്ന് പറയുന്നത് ലിക്വിഡ് ഗ്ലാസ് എന്നുള്ളതാണ്. ലിക്വിഡ് ഗ്ലാസ് ഡിസൈൻ. ഈ ഒരു ലിക്വിഡ് ഗ്ലാസ് എന്ന് പറയുന്ന ഡിസൈൻ നിങ്ങൾ വിഷനോയ്സിൻ്റെ ഫോട്ടോസോ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നമുക്ക് സീ ത്രൂ ആണ് ആ ഡിസൈൻ എന്ന് പറയുന്നത്. സോ അതുമായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിരിക്കും, അല്ലെങ്കിൽ ഡിസൈൻ എലമെൻറ്റുകളായിരിക്കും ആപ്പിൾ iOS-ലും macOS-ലും iPadOS-ലും watchOS-ലും ഒക്കെ കൊടുക്കാൻ പോകുന്നത്. 2, നാവിഗേഷൻസ്. നമുക്കിപ്പോൾ നിലവിലുള്ള ഐഫോണിലുള്ള പല ആപ്ലിക്കേഷൻ, ക്യാമറ ആപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സിസ്റ്റം വൈഡ് ആയിട്ടുള്ള നാവിഗേഷൻസിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്നു. അതോടൊപ്പം ബട്ടൺസിൽ നമുക്കറിയാം, ഓരോ സെറ്റിങ്സിൻ്റെ ബട്ടൺസ്, ഐക്കൺസ്, അതിലെല്ലാം തന്നെ ആപ്പിൾ ഈച്ച് ആൻഡ് എവരി സിംഗിൾ എലമെൻറ്റ്സിലും പലധികം മാറ്റങ്ങളാണ് ആപ്പിൾ ഈ പ്രാവശ്യം കൊണ്ടുവരാൻ പോകുന്നത്. പിന്നീട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്ത കാര്യമാണ്, OSകളുടെ പേരിൻ്റെ കാര്യത്തിൽ ഒരു കംപ്ലീറ്റ് യൂണിഫിക്കേഷനാണ് ഈ വർഷം ആപ്പിൾ കൊണ്ടുവരുന്നത്. അതായത് ഇപ്പം നമുക്കറിയാം പലതിനും പല പേരുകളാണ്. ഇപ്പോൾ watchOS 11, macOS 15, iPadOS 18, ഇങ്ങനെ പല കൺഫ്യൂസിങ് ആയിട്ടുള്ള പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കിക്കൊണ്ട് iOS അല്ലെങ്കിൽ watchOS, macOS എന്നുള്ള ആ ഒരു പേര് നിലനിർത്തി അതിനോടൊപ്പം ഈ ഒരു 18, 19 എന്നുള്ളതിന് പകരം അടുത്ത വർഷം, ഇപ്പം 2025 അടുത്ത വർഷം 2026. സോ 26 എന്നുള്ള ആ ഒരു നമ്പറായിരിക്കും ആപ്പിൾ ഈ വർഷം കൊണ്ടുവരുന്നത്. സോ watchOS 26, iPadOS 26, macOS 26 വളരെ എളുപ്പം തന്നെ നമുക്ക് ഓർത്തെടുക്കാനും കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്ന ഒരു നെയിമിംഗ് സ്കീം ചേഞ്ചാണ് ആപ്പിൾ രണ്ടാമത് ഇതിൽ കൊണ്ടുവരാൻ പോകുന്നത്. 4, ഗെയിമിങ്ങിന് വേണ്ടി ഇപ്പം നിലവിൽ നമുക്കറിയാം ഗെയിം സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് നമുക്ക് സെറ്റിങ്സിനകത്തു നിന്നാണ് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നത്. എന്നാൽ
അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഗെയിമേഴ്സിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് ആപ്ലിക്കേഷൻ തന്നെ, ഗെയിം ആപ്പ് തന്നെ ആപ്പിൾ പുതിയ OSൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനൊരു സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻ കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ നിരവധി അഡീഷണൽ ഫങ്ഷണാലിറ്റീസും ഫീച്ചേഴ്സും ഇതിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ലീഡർ ബോർഡ് കാണും, അതോടൊപ്പം നിരവധി ഗെയിമുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഡയറക്റ്റ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ. അതിനോടൊപ്പം തന്നെ ഗെയിമിംഗ് ഒപ്റ്റിമൈസേഷൻ ഓപ്ഷൻസും ആപ്പിൾ ഇതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെയുള്ള നിരവധി അഡീഷണൽ ഓപ്ഷൻസും ഫീച്ചേഴ്സും നമുക്ക് ഇതിനകത്ത് ലഭിക്കുന്നതാണ്. പിന്നീട് റിപ്പോർട്ടുകൾ അനുസരിച്ച് കാര്യമായിട്ടുള്ള മിനുക്ക് പണികൾ അല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് അഴിച്ചുപണി നടത്താൻ പോകുന്ന ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഫോൺ ആപ്പാണ്. നമുക്കറിയാം കഴിഞ്ഞ വർഷം കോൾ റെക്കോർഡിങ്, അതോടൊപ്പം കോൾ ഹിസ്റ്ററിയിൽ കുറേ അധികം അപ്ഡേറ്റുകൾ, അങ്ങനെ കുറേ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പോസ്റ്റേഴ്സ്, കോൺടാക്ട് പോസ്റ്റേഴ്സ്, ഇങ്ങനെയുള്ള കുറേ അധികം അഡീഷണൽ ഫങ്ഷണാലിറ്റീസിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ റീസെൻറ്റ് കോള്, ഫേവറേറ്റ് കോൺടാക്റ്റ്, വോയിസ് മെയിൽ, ഈ ഇങ്ങനെയുള്ള അഡീഷണൽ ഓപ്ഷൻസ് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു യൂണിഫൈഡ് വ്യൂയിലേക്ക് ആപ്പിൾ കൊണ്ടുവരുന്നു. സോ അങ്ങനെ ഒരു വ്യൂ ഓപ്ഷൻ തന്നെ അഡീഷണലി ആപ്പിൾ ഫോൺ ആപ്പിലേക്ക് കൊണ്ടുവരുന്നു. അതെങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് ഐഡിയ ഇല്ല. പക്ഷേ ഈ പറഞ്ഞ നമുക്ക് സെപ്പറേറ്റ് സെക്ഷനായിട്ടുള്ള പല ഓപ്ഷൻസും ആപ്പിൾ ഒരുമിച്ച് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഫോൺ ആപ്പിനകത്ത്. അതോടൊപ്പം തന്നെ നമുക്ക് ലൈവ് ട്രാൻസ്ലേഷനും, അതായത് കോൾ വിളിക്കുമ്പം മറ്റൊരു ലാംഗ്വേജ് സംസാരിക്കുന്നവർക്ക് നമുക്ക് ഡയറക്റ്റ്ലി നമുക്ക് മനസ്സിലാകുന്ന ഏത് ഭാഷയാണോ അതിലേക്ക്, ഇപ്പം കോമൺ ആയിട്ട് വരാൻ പോകുന്നത് ഇംഗ്ലീഷിലായിരിക്കും. സോ മറ്റുള്ള ലാംഗ്വേജ് ഇംഗ്ലീഷിലേക്ക് ഡയറക്റ്റ് നമുക്ക് മനസ്സിലാകുന്ന ആ ഒരു ലൈവ് ട്രാൻസ്ലേഷൻ ഫീച്ചറും കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. പിന്നീട് iOSലേക്കും iPadOSലേക്കും macOS യൂസേഴ്സ് ആണെന്ന് നിങ്ങൾക്കറിയാം, അതിനകത്ത് പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഏത് ഫയലോ ഫോൾഡറോ എടുത്തിട്ട് ജസ്റ്റ് സ്പേസ് ബാർ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഒരു ഫയലിൻ്റെ ഒരു പ്രിവ്യൂ ലഭിക്കും. എന്ന് പറഞ്ഞ പോലത്തെ ഒരു പ്രിവ്യൂ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഫീച്ചർ ആപ്പിൾ iPadOSലേക്കും macOSലേക്കും കൊണ്ടുവരുന്നു. അത് നല്ലതാണ്. കാരണം നമുക്ക് PDF ആണോ എന്ത് തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സോ എന്ത് ഫയലാണെങ്കിലും നമുക്ക് പെട്ടെന്ന് അത് പ്രിവ്യൂ ചെയ്യാൻ, അതായത് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഓപ്പൺ ചെയ്യാതെ തന്നെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. iOS തുടങ്ങിയപ്പോൾ മുതൽ അതേ ഒരു ലുക്കും ഫീലും ഇപ്പോഴും ക്യാരി ഫോർവേഡ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഐഫോണിൻ്റെ ക്യാമറ ആപ്പ്. അതിന് കാര്യമായിട്ടുള്ളൊരു റീഡിസൈനിങ് ആണ് ആപ്പിൾ ഇത്തവണ കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ചും ഷട്ടർ സ്പീഡ്, ISO ഇങ്ങനെയുള്ള ഓപ്ഷൻസ് മാനുവലി കൺട്രോൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള അഡീഷണൽ ഓപ്ഷൻസ്, അതോടൊപ്പം നമുക്ക് മെനു ഇപ്പോൾ ഉള്ള നമുക്കറിയാം സ്ക്രോൾ ചെയ്ത് അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്ത് ഓരോ മോഡിലേക്കും പോവാണ്. പക്ഷേ അതിനൊക്കെ കാര്യമായിട്ടുള്ള നാവിഗേഷൻ UIയിൽ മെനൂസിൽ ഒക്കെ കാര്യമായിട്ടുള്ളൊരു ചേഞ്ചസ് ആണ് ആപ്പിൾ ഫോട്ടോസ് ആപ്പിൽ അല്ലെങ്കിൽ ക്യാമറ ആപ്ലിക്കേഷനിൽ കൊണ്ടുവരാൻ പോകുന്നത്. ആൻഡ് ഫൈനലി കുറേയധികം ലീക്കിലും റൂമറുകളിലും സാധ്യത വരാൻ ചാൻസ് ഉള്ള ഒരു ഫീച്ചറാണ് ഇത്. 100% കൺഫേംഡ് അല്ല. അങ്ങനെ ഒരു ഫീച്ചറാണ് USB Type-C പോർട്ടുള്ള ഐഫോണുകളിൽ, അതായത് iPhone 16, 15 സീരീസിലാണ് നമുക്കറിയാം USB Type-C പോർട്ടുള്ള. സോ ഇങ്ങനെയുള്ള ഐഫോണുകൾ ഒരു മോണിറ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാംസങ്ങിൻ്റെ ഡെക്സ് എന്ന് പറയുന്ന ഫീച്ചറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരു മൾട്ടി വിൻഡോ യൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ സ്റ്റേജ് മാനേജർ പോലെ, ഐപാഡിൻ്റെ സ്റ്റേജ് മാനേജർ പോലെ നമുക്ക് ഒരു ഡെസ്ക്ടോപ്പ് മോഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അഡീഷണൽ ഫീച്ചർ ആപ്പിൾ കൊണ്ടുവരുന്നു എന്നുള്ളതും റൂമറുകളിൽ കേൾക്കുന്നൊരു കാര്യമാണ്. സോ ലിക്വിഡ് ഗ്ലാസ് എന്ന് പറഞ്ഞ UI ചേഞ്ച്, യൂസർ ഇൻ്റർഫേസിൽ വരാൻ പോകുന്ന ഈ ഒരു ലിക്വിഡ് ഗ്ലാസ് ചേഞ്ച് തന്നെ ആയിരിക്കും ഓൾ അക്രോസ് ദ സിസ്റ്റം നമുക്ക് ലഭിക്കുന്നത്. അതിലൊന്നാണ് നമ്മളുടെ കാർപ്ലേ. സോ കാർപ്ലേക്കും കാര്യമായിട്ടുള്ള UI എലമെൻറ്റുകളിൽ കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് നമുക്ക് ഈ വർഷം അല്ലെങ്കിൽ ഈ ഒരു അപ്ഡേറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സിമിലർ ഫീച്ചേഴ്സ് നമുക്ക് iPadOSലും ലഭിക്കുന്നതാണ്. കാരണം iOSും iPadOSും സെയിം ആണ്, കാര്യമായിട്ടുള്ള വലിയ ചേഞ്ചുകളൊന്നുമില്ല. സോ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്ക് iPadOSലും കിട്ടും. അതോടൊപ്പം ചില ഫീച്ചേഴ്സ് നമുക്ക് macOSലും കിട്ടും. ഒന്ന്, നമുക്ക് ഈ പറഞ്ഞ എല്ലാ OSകളിലും യൂണിഫൈഡ് ആയിട്ടുള്ള യൂസർ ഇൻ്റർഫേസ് ആണ് വരുന്നത്. രണ്ട്, macOS താഹോ എന്നായിരിക്കാം പുതിയ മാക്കിൻ്റെ പേര് വരാനുള്ള ചാൻസ്. സോ അതെന്ന് പറയുന്നത് ഒരു ലേക്കാണ് കാലിഫോർണിയയിലുള്ള. സോ അതിൻ്റെ പേരായിരിക്കാം വരാനുള്ള ചാൻസ്. രണ്ട്, ഈ പറഞ്ഞ പോലെ ഗെയിമിന് വേണ്ടി തന്നെ ഒരു ഡെഡിക്കേറ്റഡ് ആപ്ലിക്കേഷൻ നമുക്ക് macOSലും കാണും. അത് ആപ്പ് സ്റ്റോറിലുള്ള ഗെയിംസ് മാത്രമല്ല, നമുക്ക് എക്സ്റ്റേണലി ഉള്ള വെളിയിൽ നിന്നുള്ള ഗെയിമുകളും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ചാൻസസും വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാക്കുകളെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഗെയിമിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മൾട്ടി ടാസ്കിങ്ങിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന കുറേയധികം ഫീച്ചേഴ്സ്, കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സുകളെല്ലാം macOSലേക്ക് ആപ്പിൾ ഇത്തവണ കൊണ്ടുവരുന്നുണ്ട്. അതോടൊപ്പം ബാക്കിയുള്ള സിമിലർ ഫീച്ചറുകളും ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. ഇനി WatchOSൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിരവധി മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ റിപ്പോർട്ടുകളിൽ നമുക്കറിയാൻ സാധിച്ച അതിൽ 1-2 കാര്യം എന്ന് പറയുന്നത്, ഒന്ന് AI ഫീച്ചേഴ്സാണ്. ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സുകൾ ചിലതൊക്കെ WatchOSലേക്കും ആപ്പിൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇത് വർക്ക് ചെയ്യുന്നത് ഓൺ ഡിവൈസ് അല്ല, ക്ലൗഡ് ത്രൂ ആണ്. സോ ക്ലൗഡ് ത്രൂ ഫങ്ഷൻ ചെയ്യാൻ സാധിക്കുന്ന ചില ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് WatchOSലേക്ക് വരുന്നു. രണ്ട്, WatchOSൻ്റെ നമുക്കറിയാം കൺട്രോൾ സെൻറ്റർ ഉണ്ട്. അതിലേക്ക് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ കൺട്രോളുകൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള, അതായത് ഐഫോണിൽ ഇപ്പോൾ ഉള്ള പോലത്തെ ഇൻറ്റഗ്രേഷൻ ഓപ്ഷൻസ് ആപ്പിൾ ഇതിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയധികം ഫീച്ചേഴ്സാണ് ഓൾ അക്രോസ് ദ പ്ലാറ്റ്ഫോം AIക്ക് പുറമെ വരാൻ പോകുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്.
ഇനി AI ഫീച്ചേഴ്സിലേക്ക് വരുമ്പം ഒന്നാമത്തെ കാര്യം നമുക്ക് AI പവേർഡ് ആയിട്ടുള്ള ബാറ്ററി മാനേജ്മെൻറ്റ് ഫീച്ചർ, അതായത് ബാറ്ററി ഇൻ്റലിജൻറ്റ് ഫീച്ചർ. സോ ഈ ഒരു ഫീച്ചർ ഫങ്ഷൻ ചെയ്യുന്നത് ഐഫോണിലും മാക്കോസിലും ഐപാഡോസിലും മേ ബി കാണാം. സോ ഇത് നമ്മളുടെ ആ ഒരു യൂസറിൻ്റെ രീതികളെ പാറ്റേൺസിനെ പഠിക്കുകയും അതിനനുസരിച്ച് ചാർജ് ചെയ്യുന്നതല്ല, അതിന് പകരം യൂസർ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് അനുസരിച്ച് ഡൈനാമിക്കലി പവറിൻ്റെ അല്ലെങ്കിൽ ബാറ്ററിനെ കൺസംഷനെ അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അതിനെ കുറയ്ക്കുകയും കൂട്ടുകയും അതിനനുസരിച്ച് വേരിയബിൾ ചെയ്യുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു AI ഫീച്ചറായിരിക്കും ഈ ഒരു ബാറ്ററി ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പവർ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ഡ്രോ ചെയ്യാതെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ഈ AIയുടെ സഹായത്തോടെ അതിനെ മിനിമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കഴിഞ്ഞ WWDC 2024 അനൗൺസ് ചെയ്തിരുന്ന iOS 18 കൂടി വരും എന്ന് പറഞ്ഞിരുന്ന 3 AI ഫീച്ചേഴ്സുകളുണ്ട്. അതിലൊന്നാണ് ഓൺ സ്ക്രീൻ അവയർനെസ്. ഇതുപോലുള്ള ഫീച്ചേഴ്സും ആപ്പിൾ ഈ ഒരു ഇവൻറ്റിൽ നമുക്ക് ഓപ്പൺ ചെയ്യും അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. 3 ജെമിനൈ, ഗൂഗിളിലെ ജെമിനയുടെ ഇൻ്റഗ്രേഷൻ ആപ്പിൾ ChatGPT സിറിയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത പോലെ തന്നെ ജെമിനായി ഈ തവണ ആപ്പിൾ ഇതിലേക്ക് സിറിയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ അതിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ നമുക്ക് ഓൾ അക്രോസ് പ്ലാറ്റ്ഫോം നമുക്ക് ലഭിക്കുന്നതായിരിക്കും, അതും കാണാൻ സാധിക്കുന്നതാണ്. ഹെൽത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന നമ്മളുടെ ഹെൽത്ത് ആപ്ലിക്കേഷൻ, അതിലേക്കും ആപ്പിളിൻ്റെ കുറേയധികം AI ഫീച്ചേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ സിറി ഷോർട്ട് കട്ട്സിലേക്ക് ആപ്പിൾ AI ഫീച്ചേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ സിറി ഷോർട്ട് കട്ട്സിനെ കുറച്ചും കൂടെ നല്ല ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ യൂസേഴ്സിന് ഉപയോഗിക്കാം. ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സും, ഇങ്ങനെ കുറച്ച് വിരലെണ്ണാവുന്ന വളരെ ചുരുക്കം AI ഫീച്ചേഴ്സ് ആയിരിക്കും ആപ്പിൾ ഈ തവണ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു ഇവൻറ്റിൽ. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എയർപോഡ്സിന് ഞാൻ അത് കഴിഞ്ഞ വീഡിയോ മെൻഷൻ ചെയ്താണ്, നമുക്ക് ലൈവ് ട്രാൻസ്ലേഷൻ ഫീച്ചേഴ്സ് വരുന്നു. അതോടൊപ്പം തന്നെ പുതിയ ഹെഡ് ജസ്റ്റേഴ്സ് ഫങ്ഷണാലിറ്റീസ് ആഡ് ചെയ്യുന്നു. എയർപോഡ്സിൻ്റെ സ്റ്റെം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്യാമറ ട്രിഗർ ചെയ്യാൻ, അതായത് ഫോട്ടോ എടുക്കാനുള്ള ആ ഒരു ക്യാമറ ട്രിഗർ ഓപ്ഷൻസ് ആപ്പിൾ അഡീഷണലി ആഡ് ചെയ്യുന്നു. അതോടൊപ്പം മൈക്രോഫോണിനെ കുറച്ചും കൂടെ സ്റ്റുഡിയോ ക്വാളിറ്റി മൈക്രോഫോൺ ഔട്ട്പുട്ട് ലഭിക്കുന്ന, ഇപ്പോൾ തന്നെ നിലവിൽ നമുക്കറിയാം കഴിഞ്ഞ വർഷം iOS 18 ആപ്പിൾ ഐഫോണിൽ മൈക്രോഫോൺ ക്വാളിറ്റീനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു അഡീഷണൽ ഫീച്ചർ കൊണ്ടുവന്നായിരുന്നു. അതായിരുന്നു ഓഡിയോ മിക്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഓഡിയോ മിക്സ് ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏത് അവസ്ഥയിലാണെങ്കിലും അതിൻ്റെ ഓഡിയോ ക്വാളിറ്റീനെ ഓൾട്ടർ ചെയ്യാൻ സാധിക്കും. എന്ന് പറഞ്ഞ പോലത്തെ ഒരു സ്റ്റുഡിയോ മൈക്രോഫോൺ ക്വാളിറ്റിയിലുള്ള മൈക്രോഫോൺ ഔട്ട്പുട്ട് നമുക്ക് എയർപോഡ്സ് ഉപയോഗിച്ച് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫങ്ഷണാലിറ്റിയും കൂടെ ആപ്പിൾ ഈ ഒരു എയർപോഡ്സിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ലഭിച്ചേക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ എടുത്തു പറഞ്ഞ വിരലെണ്ണാനുള്ള കുറച്ച് ഫീച്ചേഴ്സും അതിനോടൊപ്പം തന്നെ നിരവധി മാറ്റങ്ങളായിരിക്കും നമ്മളുടെ ഈ ഒരു WWDC ഇവൻറ്റിൽ നമ്മളെയും കാത്തിരിക്കുന്നത്. എന്തായാലും ഞാൻ എക്സൈറ്റഡ് ആണ്, നിങ്ങളും എക്സൈറ്റഡ് ആണെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ലൈവ് റിയാക്ഷനിൽ എന്നോടൊപ്പം നിങ്ങൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ദിസ് ഈസ് മിലൻ, catch you guys next video. Until then, peace.